ദേവീ ശരണം അമ്മേ, ഭാഗ്യത്താൽ മർത്യജന്മം കരഗതമിവ നിന്നെങ്കിലും ശാംഭവി നിർഭാഗ്യത്താൽ ഇത്ര നാളും തവ പദകമലം ചെറ്റുമോർത്തിയില കഷ്ടം. ഭൃംഗത്തെപ്പോലെ ഭോഗപ്രഥവമധ നുകർന്നന്ത്യമേലാതിരിപ്പാൻ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. സതി ദക്ഷൻ്റെ പുത്രിയായിട്ട് ദേവിയുടെ അംശമായി സതി ദക്ഷൻ്റെ പുത്രിയായി ജനിച്ചതും ദക്ഷൻ സതിയെ വീണ്ടും മഹാദേവന് വിവാഹം കഴിച്ചു കൊടുത്തതും അങ്ങനെ ആ ശിവന് ശക്തി കിട്ടിയതും, പക്ഷേ ആ സതി പിന്നീട് ദക്ഷൻ്റെ യാഗത്തിൽ ദേഹം ത്യജിക്കുകയും ചെയ്തു എന്നുള്ളവരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. കഥ കേട്ടുകൊണ്ടിരുന്ന ജനമേജയൻ ചോദിക്കുകയാണ്, അനർത്ഥകരമേതത്തെ ശ്രാവിതം വചനം മുനേ ഏതാദൃശം മഹദ്വസ്തു കഥം ദഗ്ധം ഹുദാശനേ. ആരുടെ നാമങ്ങൾ ജപിച്ചാലാണോ സംസാരാഗ്നി ഭയമില്ലാതാകുമോ, അങ്ങനെയുള്ള ആ ദേവി എങ്ങനെ അഗ്നിയിൽ ദഹിക്കും? ദക്ഷൻ്റെ ഏതു കർമ്മഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത് ദേവിക്ക് എന്നുള്ള സംശയമാണ്. സംസാരാഗ്നിയെല്ലാം നശിപ്പിക്കുന്നതായിട്ടുള്ള ദേവി സ്വയം അഗ്നിയിൽ ദേഹത്തിനെ ത്യജിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്. മാത്രമല്ല, അഗ്നിയും ദേവിയുടെ സ്വരൂപം തന്നെയല്ലേ, എല്ലാമായിരിക്കുന്നത് ഭഗവതിയാണ്, ആദിപരാശക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ അഗ്നിയിൽ ദേവി ദഹിക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. ദാവാഗ്നിപാനം എന്ന് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ ശ്രീകൃഷ്ണലീലകൾ പറയുന്ന സമയത്ത് ഭഗവാൻ അഗ്നിയെ പാനം ചെയ്തു എന്ന് കേട്ടപ്പോൾ അവിടെ ഈ ജനമേജയൻ്റെ പിതാവായ പരീക്ഷത്തിനുണ്ടായ സംശയം ശ്രീശുകനോട് ചോദിച്ചിരുന്നു. അഗ്നിയൊക്കെ എങ്ങനെയാ പാനം ചെയ്യുക? കാരണം ജലം പാനം ചെയ്യുക എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അഗ്നിയെ പാനം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാ സംഭാവ്യം എന്ന് ഒരു ചെറിയ സംശയം പരീക്ഷത്തിനുണ്ടായപ്പോൾ അവിടെ ശ്രീശുകൻ പറഞ്ഞു, വേദങ്ങൾ പറയണു ഭഗവാന്റെ മുഖത്ത് നിന്നാണ് അഗ്നി പ്രത്യക്ഷമായിട്ടുള്ളത്. അഗ്നിയുടെ ഉൽപ്പത്തി ഭഗവാന്റെ മുഖമാണ് എന്നിരിക്കെ നമ്മളെപ്പോലെ ഭഗവാന് ആ അഗ്നി കൊണ്ട് മുഖം പൊള്ളുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചാലില്ല. കാരണം ആ മുഖത്തിൽ നിന്നുമാണ് അഗ്നിയുടെ ഉത്ഭവം തന്നെ നടന്നിരിക്കുന്നത് എന്ന് പറയാണ്. നമ്മൾ സാധാരണ ഒരു പഴംവാക്ക് പറയാറില്ലേ, പഴംചൊല്ല്, തീയിൽ കുരുത്തത് വെയിലിൽ വാടുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എന്നതുമാതിരി ഭഗവാന്റെ മുഖത്തുനിന്ന് അഗ്നി വരുന്നത് എന്നുണ്ടെങ്കിൽ അഗ്നിയെ പാനം ചെയ്താൽ ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഇവിടെ തിരിച്ച് വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്താ അത്? അഗ്നിയായിരിക്കുന്നത് ആദിപരാശക്തിയാണ്. പഞ്ചഭൂതങ്ങളും പരാശക്തി തന്നെയാണ്. പരാശക്തിയിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത്, പഞ്ചഭൂതങ്ങൾ നിലനിൽക്കുന്നത് പരാശക്തിയിലാണ് എങ്കിൽ, അഗ്നി ഉണ്ടായതും നിലനിൽക്കുന്നതും പരാശക്തിയിലാണ് എന്നുണ്ടെങ്കിൽ, അഗ്നിസ്വരൂപം പരാശക്തിയുടെ സ്വരൂപം തന്നെയാണ് എന്നുണ്ടെങ്കിൽ, അഗ്നി പിന്നെ ആ പരാശക്തിയായിട്ടുള്ള ശക്തിയുടെ അംശമായിട്ടുള്ള സതിയെ എങ്ങനെ ബാധിക്കും? നല്ലൊരു ചോദ്യമല്ലേ ചോദിച്ചത്. അങ്ങനെ ആ ചോദ്യങ്ങളെ, 2 സംശയങ്ങളെ ജനമേജയം ചോദിക്കണോ? ഉടനെ വ്യാസൻ അതിനുത്തരം തരികയാണ്. ശൃണുരാജൻ പുരാവൃത്തം സതീദാഹ
ദേഹദാഹസ്യ കാരണം കഥാചിത് അധദുർവാസാഗതോ ജാംബുനദേശ്വരീം. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചില്ലേ? അതാണ് പറയാൻ തുടങ്ങുന്നത്. ഒരിക്കൽ ദുർവാസാവ് ജംബൂദ്വീപാധിപതിയായിട്ടുള്ള ദേവിയെ ചെന്ന് കണ്ടു. അവിടെ വെച്ച് അദ്ദേഹം മായാബീജം ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പ്രസന്നയായിട്ടുള്ള ദേവിയുടെ കഴുത്തിൽ കിടന്നത് ആയിട്ടുള്ള ഒരു പൂമാല എടുത്ത് ദുർവാസാവിന് കൊടുത്തു എന്നാണ് പറയണത്. ദുർവാസാവ് അത് ദേവിയുടെ പ്രസാദമായി സ്വീകരിച്ചു. അവിടെ നിന്ന് ദുർവാസാവ് അപ്പോൾ തന്നെ ആകാശമാർഗത്തിലൂടെ പുറപ്പെട്ട സതിയുടെ പിതാവായ ദക്ഷൻ്റെ കൊട്ടാരത്തിലേക്ക് വീട്ടിലേക്ക് എത്തി. സതീദേവിയെ ദർശിക്കണമെന്ന ആഗ്രഹത്തോടെ ചെന്നു. സതിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അലൗകികമായിട്ടുള്ള ആ മാല ആരുടേതാണ് എന്ന് ദക്ഷൻ മുനിയോട് ചോദിച്ചു. കാരണം മനുഷ്യർ ദുർലഭമായിട്ടുള്ള അത് ഹേ ദുർവാസാവേ, അങ്ങയ്ക്ക് ഇവിടെ നിന്നാ കിട്ടിയത് എന്ന സംശയമായിരുന്നു ദക്ഷന്. അത് കേട്ടപ്പോൾ അദ്ദേഹം ഭക്തി കൊണ്ട് പറഞ്ഞു, ദേവിയുടെ അതുല്യമായ പ്രസാദമാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ സതിയുടെ പിതാവ് ദക്ഷൻ ദുർവാസാവിനോട് ആ മാല ആവശ്യപ്പെട്ടു എന്നാണ് പറയണത്. ശക്തിയെ ഭജിക്കുന്നവന് കൊടുക്കാൻ പാടില്ലാത്തതായിട്ട് മൂന്ന് ലോകങ്ങളിലും ഒന്നുമില്ലല്ലോ എന്ന വിചാരത്തോടെ ആ മാല അദ്ദേഹം ദക്ഷന് കൊടുത്തു. ദക്ഷൻ ആ മാല സ്വീകരിച്ചു. ദക്ഷൻ്റെ കൊട്ടാരത്തിലെ സുന്ദരമായിട്ടുള്ള മണിയറയിൽ സൂക്ഷിച്ചു വെച്ചു. രാത്രിയിൽ ആ മാല അതിൻ്റെ ഗന്ധം കൊണ്ട് മതിച്ച് മൃഗത്തെ പോലെ കാമാന്ധനായി ഭവിച്ച ദക്ഷപ്രജാപതി ആ പാപം നിമിത്തം ശങ്കരനായ ശിവനിലും അതുപോലെ സതിയിലും വിദ്വേഷബുദ്ധിയുള്ളവനായി തീർന്നു എന്ന് പറയുകയാണ്. ആ അപരാധത്തിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ സതി പതിവ്രതാധർമ്മം ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടി അഘാഗ്നിയിൽ സ്വന്തം ശരീരത്തെ ദഹിപ്പിച്ചു. പിന്നീട് ഹിമവാന്റെ മുകളിൽ ആ ശക്തി പ്രാദുർഭവിച്ചു, ഹിമവാന്റെ പുത്രിയായി എന്ന്. ഇവിടെ ദീർഘമായിട്ട് ഒന്നുമല്ല, വളരെ ചുരുക്കിയാണ് ദേവി ഭാഗവതത്തിലെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോഴാണ് ജനമേജയൻ ചോദിക്കുന്നത്, സതി സ്വന്തം ദേഹം വെടിഞ്ഞതിൽ പിന്നെ ആ ശിവൻ ആ വിയോഗത്തിൽ എന്താണ് ചെയ്തത്? ദേവിയുടെ ദേഹത്യാഗം നടന്നു എന്നറിഞ്ഞ ശിവൻ പിന്നീട് എന്ത് ചെയ്തു എന്നറിയാൻ ഉള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. തദപരന്തു യജ്ജാതം മയാ വക്തും ന ശക്യതേ ത്രൈലോക്യ പ്രളയാജാതാ ശിവകോപാഗ്നിനാ നൃപ. ഹേ രാജാവേ, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാൻ എനിക്ക് തന്നെ ശക്തിയില്ല. ശിവന്റെ കോപാഗ്നി കൊണ്ട് ത്രൈലോക്യ പ്രളയം തന്നെ ഉണ്ടായി എന്നാണ് പറയണത്.